ഹലോ, നല്ല നമസ്കാരം. പ്രൈവറ്റ് ദീപക് ദിയോൺ സംവിധാനം ചെയ്ത് നമ്മുടെ ഇന്ദ്രൻ സേട്ടനും അതോടൊപ്പം തന്നെ മീനാക്ഷി അനൂപും പ്രധാന വേഷത്തിലെത്തിയ പ്രൈവറ്റ് വലതുപക്ഷ ആശയങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ ചെറുത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ യാത്രയാണ് ഈ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. മലപ്പുറത്തെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ അവിടെ നിന്നും വരുന്ന വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ പിടിച്ച് കെട്ടിച്ചു വിടുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ആഷിത ബീഗം എന്ന് പറയുന്ന പെൺകുട്ടി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പഠിത്തം പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വീട്ടിൽ നിന്നാൽ കെട്ടിച്ചു വിടും എന്നതുകൊണ്ട് ഭയന്നുകൊണ്ട് നാടുവിടുകയാണ്. ആ പെൺകുട്ടി കർണാടകയിൽ എത്തിച്ചേരുകയാണ്. അവിടെ വഴിയറിയാതെ വഴിപൂട്ടി നിൽക്കുന്ന പെൺകുട്ടിക്ക് ഒരു വൃദ്ധൻ സഹായത്തിനെത്തുന്നു. ഇതാണ് ഇതിൻ്റെ കഥ. തുടക്കത്തിൽ കുറച്ച് നല്ല കുറേ പൊളിറ്റിക്സ് തന്നെയാണ് സംസാരിച്ചു പോകുന്നത്. അപ്പോൾ അതൊരു ട്രാവൽ മൂവിയായിട്ട് പരിണമിക്കുന്നുണ്ട്. ഫസ്റ്റിൽ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടും അത് ഒരു ട്രാവൽ മൂവിയായിട്ട് പരിണമിക്കുകയാണ്. ഇതിൽ പറയുന്ന കുറേ മലപ്പുറത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും യാഥാസ്ഥികമായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളും അവർ അതിനെ എങ്ങനെ തരണം ചെയ്യും. മലപ്പുറത്തെ കുടുംബങ്ങളിൽ പിള്ളേർക്ക് പ്രായപൂർത്തി ആയാലും അല്ലെങ്കിലും അവിടെ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ കാരണവന്മാരാണ് തീരുമാനിക്കുന്നത്. ആ ഒരു കാരണവന്മാരുടെ തീരുമാനങ്ങളെ മറികടന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം നടക്കുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തും സാധിക്കും എന്ന് വരച്ചു കാണിക്കുവാൻ വേണ്ടി ആദ്യത്തെ കുറേ സംഭാഷണങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ട്. പല സീനുകളും അങ്ങനെയുള്ള കുറേ സീനുകളും സംഭാഷണങ്ങളും തുടക്കത്തിൽ വരുന്നുണ്ട്. സ്ത്രീക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്, മുതിർന്നവർ നൽകുന്നുണ്ട്. പുരോഗമന ചിന്താഗതിക്കാരാണ്. ആണിൻ്റെ തുണയില്ലാതെ സ്ത്രീക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കുറേ നരേഷൻ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു സാധനം, അങ്ങനെ മുന്തിയ പഠിപ്പ് പെണ്ണിന് കൊടുത്താൽ അവൾ പരിഷ്കാരിയാകും, അവൾ നമ്മളെ ധിക്കരിക്കും എന്നുള്ള ഒരു നരേഷനൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ മലപ്പുറത്തെ പെണ്ണുങ്ങളെ കണ്ടുക, അവർ ഡാൻസും കളിക്കും, വെള്ളം അടിക്കും, അങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടുവരുന്നിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഒളിച്ചോടുക, അതല്ലെങ്കിൽ സ്ത്രീയും ഒളിച്ചോടുക, പുരുഷനും ആയിട്ട് ഒളിച്ചോടുക. അതിൽ നിന്ന് വിഭിന്നമായിട്ട് അത് ഒറ്റയ്ക്കും ഒളിച്ചോടാൻ കഴിയുമെന്ന് ഈ സിനിമ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ രാമരാജ്യം, എൻ്റെ രാമനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, നിങ്ങൾ ഏത് രാമരാജ്യത്തിന് വേണ്ടിയാണ്, എന്നിട്ട് ഏത് രാമരാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ചില സാധനങ്ങൾ സെൻസർ ബോർഡ് മ്യൂട്ട് ചെയ്തതും ഈ സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രായമോ ജെൻഡറോ ഒന്നും തന്നെ ബാധകമല്ല. എപ്പോഴും ഒരു സിറ്റുവേഷനിൽ ഒരു വിപ്ലവകാരി ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു വിപ്ലവകാരി ഉണ്ടാകുകയാണോ, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഉയരുന്നു, അങ്ങനെ ഒരു വിപ്ലവകാരി ഉണ്ടാകുന്നു. പിന്നെ ഇത് ഒരു 3 ജനറേഷനെ ഇതിൽ വരച്ചിടുന്നുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു ജനറേഷനും, അത് കഴിഞ്ഞിട്ട് ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷനും, അതോടൊപ്പം തന്നെ എൻ്റെ ജനറേഷനും, അങ്ങനെ 3 ജനറേഷനെ ഇങ്ങനെ ഈ സിനിമയിൽ വരച്ചിടുന്നുണ്ട്. അത് അവരുടെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ, അല്ലെങ്കിൽ ഭരണവർഗത്തിനെതിരെ ശബ്ദിച്ചാൽ നിശബ്ദമാക്കപ്പെടുന്ന അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് എങ്ങനെയാണ് 3 പേരും അതിനെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു സാധനം കടന്നു പോകുന്നുണ്ട്. എന്തായിരുന്നാലും സിനിമയിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് മീനാക്ഷി കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ദ്രൻ സേട്ടൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. അപ്പോൾ മീനാക്ഷി ഒരു ക്യൂട്ട്നെസ് കുട്ടിയിൽ നിന്നും ഇത്തിരി മുതിർന്ന ഒരു നായികയായിട്ട് ഈ സിനിമയിൽ പരിണമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മേക്കപ്പ് ഇല്ലാതെയാണോ അഭിനയിച്ചത് എന്ന് പോലും എനിക്ക് തോന്നുന്ന രീതിയിൽ അത്രയും കീട്ടില്ലമായിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ തീം സോങ് റിപ്പീറ്റായിട്ട് കേൾക്കുന്ന തീം സോങ്, അതും വളരെ മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാനം കല്ലുകടിയായിട്ട് എനിക്ക് തോന്നിയത്, പിന്നെയും ഈ മലപ്പുറവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ പിന്നെയും അവസാനം ക്ലൈമാക്സിന് അടുത്തപ്പോൾ തന്നെ വീണ്ടും അത് വന്നത് ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത്തിരി ലാഗ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ ട്രാവൽ ടൈമിൽ ഓക്കെയാണ്, പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ചിലയിടത്തൊക്കെ എനിക്ക് കുറേ ലാഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വീട്ടിനകത്തുള്ള കുറേ സീനുകളൊക്കെ ഇത്തിരി ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഇതിൻ്റെ തിരക്കഥയിൽ ഒന്നുകൂടി നന്നായിട്ട് പണിയെടുത്തിരുന്നുവെങ്കിൽ ഇതുകൂടി ഗംഭീരമാക്കാൻ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ പൊളിറ്റിക്സ് കൃത്യമായിട്ടും പറയാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നിയത്. കാരണം ആ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് പൊളിറ്റിക്സ് ആണ് പറയുന്നത്, പക്ഷേ അത് പറയുന്ന രീതി ഇത്തിരി ഗ്രിപ്പിംഗ് ആക്കി എടുക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരക്കഥയിൽ നല്ല രീതിക്ക് പണി ചെയ്തിരുന്നുവെങ്കിൽ ഗംഭീരമാകുമായിരുന്ന ഒരു സിനിമയാണ്
എങ്കിൽ പോലും ഈ സിനിമ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടും എനിക്ക് തോന്നുന്നു. ആഷിതയുടെ കഥ എന്ന നിലയിൽ നിന്നും ബാലൻ മാരാർ എന്ന ആ ഒരു വൃദ്ധൻ്റെ കഥയിലേക്ക് വരുമ്പോഴാണ് സിനിമ സ്വല്പം കൂടി ഗ്രിപ്പിംഗ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് സത്യം. പിന്നെ ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും ഭരണവർഗത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ 8 പണി കിട്ടും എന്ന് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. കറക്റ്റാണ്. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് സംഭവിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ രാമരാജ്യത്തിനെതിരെ സംസാരിച്ച ഒരുപാട് ആൾക്കാരുടെ ചില സാധനങ്ങളെ കൂടി അവസാനിപ്പിച്ച് സ്ക്രീനിൽ കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. പിന്നെ എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ നൽകിയ ഒരു സീനെന്ന് പറയുന്നത് അവസാനം മീനാക്ഷി പോകുന്ന ഒരു സീനുണ്ട്. തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ആ സീന് കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതും എല്ലാം കൂടി ചേർന്നിട്ട് ആ ഒരു സാധനം അതിൽ മീനാക്ഷി ഒരു ഡയലോഗ് പറയേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്ദ്രൻസിനെ കുറിച്ച് മാരാറിനെ കുറിച്ച് പറയേണ്ടിയില്ലായിരുന്നു എന്ന് കൂടി എനിക്ക് തോന്നി. ഗൗരി ലങ്കേഷിനെയും നരേന്ദ്ര ദാമോർ അങ്ങനെയുള്ള കൊല്ലപ്പെട്ട കുറേ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ അവസാനം കാണിച്ച് അല്ലെങ്കിൽ അവർക്ക് ആദരവ് നൽകിക്കൊണ്ടാണ് ഈ സിനിമ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു തവണ നമുക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരിക്കലും നഷ്ടമല്ല. സമയം ഒരിക്കലും നഷ്ടമാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക്